കച്ചട്ടി സ്വാമിയാരുടെ കഥയാണ്. ഹാസ്യ കഥയാണ്. ലോകർ മുഴുവൻ തന്നെ കളിയാക്കുകയാണെന്ന് ഒരാൾ ധരിച്ചാലുള്ള ഒരു കഥയാണ് ഇത്. ഇത് എഴുതിയിരിക്കുന്നത് സജയൻ ആണ്. സജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന M.R. നായർ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മാണിക്കോത്ത് രാമുണ്ണി നായരുടെ എന്ന സാഹിത്യകാരനാണ് ഈ കച്ചട്ടി സ്വാമിയാരുടെ കഥ എഴുതിയിരിക്കുന്നത്. ഈ കഥ വളരെ ചുരുക്കിയാണ് നമ്മളതിൽ പറയുന്നത്. എന്ന് വെച്ചാൽ മധുരപുരിയിൽ പരബ്രഹ്മയർ എന്ന ഒരു കച്ചട്ടി കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഒരു പാലത്തിന്മേൽ കൂടെ പോകുമ്പോൾ കച്ചട്ടിയുമായിട്ട് പോകുമ്പോൾ പാലം പൊളിഞ്ഞു പോവുകയും അടിയിൽ വെള്ളം വറ്റിയ ഒരു തോട് ഉണ്ടായിരുന്നു. ആ തോട്ടിലേക്ക് പരബ്രഹ്മയുടെ കച്ചട്ടി മുഴുവനും വീണ് തകിട് പൊടിയായി പോവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി. പക്ഷേ കണ്ടു നിന്ന നാട്ടുകാർക്കൊക്കെ ചിരിയാണ് വന്നത്. കാരണം ഒരു പൈസ പോലും അദ്ദേഹം ആർക്കും സഹായം ഒന്നും ചെയ്യാത്ത ഒരു ആളായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ എല്ലാവരും പിന്നീട് കളിയാക്കി തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആളുകൾ അയാൾ കേൾക്കെ കച്ചട്ടി ഡിം എന്ന് പറഞ്ഞ് കളിയാക്കി തുടങ്ങുകയും ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാണുമ്പോൾ ആൾക്കാർ ഡിം എന്ന് മാത്രം സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം അവസാനം ആ നാട്ടിലെ മജിസ്ട്രേറ്റിനോട് തൻ്റെ പരാതി പറഞ്ഞു. മജിസ്ട്രേറ്റ് പറഞ്ഞ് ഞാനൊരു ദിവസം നിങ്ങളുടെ കൂടെ വരാം. അങ്ങനെ അദ്ദേഹം മജിസ്ട്രേറ്റും ഈ പരബ്രഹ്മയരും കൂടി മധുരപുരി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയപ്പോൾ ഒരാൾ അദ്ദേഹം വന്നിട്ട് അവർക്ക് നേരെ അടുത്ത് ചെന്നു. മജിസ്ട്രേറ്റിന് സലാം കൊടുത്തു. അദ്ദേഹം ഈ പരബ്രഹ്മയർക്കും സലാം കൊടുത്തു. പക്ഷേ സലാം കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് വന്ന ആള് ഊക്കിൽ കൈ താഴ്ത്തേക്കിട്ടു. എന്ന് വെച്ചാൽ കൈ പെട്ടെന്ന് അങ്ങ് താഴ്ത്ത് കിട്ടും, അതാണ് അതിനർത്ഥം. ഇത് കണ്ടപ്പോൾ കച്ചട്ടി വീണത് ആംഗ്യം കൊണ്ട് കാണിച്ചതാണെന്ന് ഈ അയ്യര് വിചാരിച്ചു. അവസാനം അവർ ലഹളയായി. അവസാനം മജിസ്ട്രേറ്റും ഒന്നും പറയാതെ പരബ്രഹ്മയരെ 6 മാസത്തേക്ക് കുതിരവട്ടത്തേക്ക് അയച്ചു. ഇതിൽ നിന്നും നാട്ടിലുള്ളവരെല്ലാം നിങ്ങൾ പരിഹസിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കരുത്. അഥവാ വാസ്തവം അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി ചിരിച്ചു കളയണം എന്നാണ് പറയുന്നത്. കോപിച്ചിട്ട് യാതൊരു കാര്യം ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇതാണ് കച്ചട്ടി സ്വാമിയാരുടെ കഥയിൽ കൂടെ പറഞ്ഞു പോകുന്നത്. ഇനി കുറച്ച് ഈ ലേഖനത്തിൽ പറയുന്നത് കുറച്ച് ചോദ്യങ്ങളാണ്. ഈ ലേഖനത്തിൽ സജയൻ പരോക്ഷമായി ആരെയെല്ലാം പരിഹസിക്കുന്നുണ്ട്? കുട്ടികളുടെയും മുതിർന്നവരുടെയും സ്വഭാവത്തിൽ സജയൻ കാണുന്ന പ്രധാനം എന്തായിരുന്നു? പരബ്രഹ്മയർ മജിസ്ട്രേറ്റിനോട് പരാതി ബോധിപ്പിക്കാനിടക്കിയ സാഹചര്യം ചുരുക്കി വിവരിക്കുക. ഈ ലേഖനം വഴി സജയൻ നൽകുന്ന സന്ദേശം എന്ത്? പരബ്രഹ്മയുടെ സങ്കടം കണ്ട് നാട്ടുകാർ എങ്ങനെ പ്രതികരിച്ചത്? കയർക്കുക, തവിട് പൊടിയാക്കുക എന്നീ പദങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന മാതൃക നോക്കി വാക്യത്തിൽ പ്രയോഗിക്കുക. താഴെ പറയുന്ന വാക്യങ്ങളിൽ കൽപ്പന എന്ന പദത്തിലെ ആജ്ഞ എന്നർത്ഥം വരുന്ന ഉദാഹരണം ഏത്?
ലഹളയോട് ലഹള, തിരക്കോട് തിരക്ക്, തല്ലോട് തല്ല്, ബഹളത്തോട് ബഹളം എന്നിങ്ങനെ തുടർച്ചയെ കാണിക്കുന്ന ചില പ്രയോഗങ്ങൾ സംഭാഷണത്തിൽ പതിവുണ്ട്. ഇതുപോലുള്ള 4 പ്രയോഗങ്ങൾ പറയുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന അപഗ്രഥന ചോദ്യങ്ങൾ. മനസ്സിലായല്ലോ? ഇനി ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ ലേഖനത്തിൽ സജയൻ പരോക്ഷമായി ആരെയെല്ലാം പരിഹസിക്കുന്നുണ്ട്? കമ്മീഷണർ, മുനിസിപ്പൽ ചെയർമാൻ തുടങ്ങിയ അധികാരികളെയും മജിസ്ട്രേറ്റ്, അംശം അധികാരി തുടങ്ങിയ നിയമപാലകരെയും എന്തിനെ പറ്റിയും ദുർവ്യാഖ്യാനങ്ങൾ പ്രചരിപ്പിക്കുന്ന സാഹിത്യ വിമർശകരെയും തങ്ങൾ മറ്റുള്ളവരെ പരിഹാസത്തിന് വിഷയമായി കൊണ്ടിരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന പരബ്രഹ്മയരെ പോലുള്ളവരെയും സജയൻ ഈ ലേഖനത്തിൽ പരിഹസിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, കുട്ടികളുടെയും മുതിർന്നവരുടെയും സ്വഭാവത്തിൽ സജയൻ കാണുന്ന പ്രധാന അന്തരമെന്ത്? കുട്ടികൾ നിഷ്കളങ്കരാണ്. ഒന്നും ഒളിച്ചു വെക്കുന്ന സ്വഭാവം അവർക്കില്ല. ആരെയും ദ്രോഹിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. മുതിർന്നവർക്ക് കാപട്യം കൂടും. ഏത് പ്രവൃത്തിയെയും അവർ ദുർവ്യാഖ്യാനം ചെയ്യും. ഇനി അടുത്തത്, പരബ്രഹ്മയർ മജിസ്ട്രേറ്റിനോട് പരാതി ബോധിപ്പിക്കാനിടയാക്കിയ സാഹചര്യം ചുരുക്കി വിവരിക്കുക. എന്തായിരുന്നു? നാട്ടുകാരിൽ ഒട്ടുമിക്ക ആൾക്കാരും പരബ്രഹ്മയരോട് വെറുപ്പായിരുന്നു. ചിലർ അയാളെ പരസ്യമായി പരിഹസിച്ചു. എന്നാൽ എല്ലാവരും തന്നെ പരിഹസിക്കുകയാണെന്ന വിചാരമായിരുന്നു അയാൾക്ക്. ഇതിന് പരിഹാരം തേടാൻ വേണ്ടിയാണ് മജിസ്ട്രേറ്റിനോട് പരാതിപ്പെട്ടത്. മനസ്സിലായല്ലോ? അടുത്തത് 4ാമത്തെ ചോദ്യം, ഈ ലേഖനം വഴി സജയൻ നൽകുന്ന സന്ദേശം എന്ത്? മറ്റുള്ളവരുടെ പരിഹാസത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാനും പരിഹാസത്തെ സമചിത്തതയോടെ വീക്ഷിക്കാനും അതിൽ രസിക്കും വിധം നർമ്മബോധം വളർത്താനുമാണ് സജയൻ ഉത്ബോധിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം, പരബ്രഹ്മയരുടെ സങ്കടം കണ്ട് നാട്ടുകാർ എങ്ങനെയാണ് പ്രതികരിച്ചത്? പരബ്രഹ്മയുടെ സങ്കടം കണ്ട നാട്ടുകാർ സന്തോഷിക്കുകയാണ് ഉണ്ടായത്. അയാൾ ആരെയും സഹിക്കാത്ത ഒരാളായതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അവർ അന്യോന്യം ചായ വാങ്ങിക്കൊടുത്ത് ആഹ്ലാദം പങ്കിട്ടു. അടുത്ത കൊല്ലവും അങ്ങനെ പറ്റാൻ വേണ്ടി അവർ സൂര്യമനയെക്കൊണ്ട് ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തിക്കുകയും ചെയ്തു. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, കയർക്കുക, തവിട് പൊടിയാക്കുക എന്നീ പദങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന മാതൃക നോക്കി വാക്യത്തിൽ പ്രയോഗിക്കുക. എന്താണ് മാതൃക? മിണ്ടിയാൽ കണ്ടവരോടെല്ലാം കയർക്കുന്ന ശീലം രണ്ടുകൊണ്ടാലേ മാറിക്കിട്ടൂ. എന്തും പടർത്തുയർത്താനാണ് പാട്. തവിട് പൊടിയാക്കാൻ പെട്ടെന്ന് കഴിയും. എന്താണ് അതിൻ്റെ ഉത്തരം? 1ാമത്തത്, ആര് കയർത്തു വന്നാലും നേരിടാനുള്ള ശക്തി ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് നേടിയെടുക്കേണ്ടത്. മനസ്സിലായല്ലോ? ആര് കയർത്തു വന്നാലും നേരിടാനുള്ള ശക്തി ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് നേടിയെടുക്കേണ്ടത്. 2ാമത്തത്, പൊതു മുതൽ തല്ലി തകർത്തു തവിട് പൊടിയാക്കുന്ന ശീലം തക്ക ശിക്ഷ കൊടുത്ത് അടക്കി നിർത്തണം. മനസ്സിലായല്ലോ? ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി അടുത്തത്, താഴെ പറയുന്ന വാക്യത്തിൽ കൽപ്പന എന്ന പദത്തിന് ആജ്ഞ എന്നർത്ഥം വരുന്ന ഉദാഹരണം ഏത്? 1ാമത്തത്, ഇന്ന ആൾക്ക് ഇന്ന സമയത്ത് ഇന്നതു വരണമെന്നുള്ള ഈശ്വര കൽപ്പനയാണ്. 2ാമത്തത്, ഈ പ്രപഞ്ചം ഈ രൂപത്തിലായത് ഈശ്വര കൽപ്പനയാലാണ്.
മൂന്നാമത്തത് രാജകൽപ്പന അനുസരിച്ച് കൈയും കാലും മൂക്കും ചെവിയും ഛേദിച്ച് അവളെ ചുടുകാട്ടിൽ തള്ളി. നാലാമത്തത് ഞായറാഴ്ച ഓഫീസുകൾക്ക് കൽപ്പന എന്ന വ്യവസ്ഥ നാം ഇപ്പോഴും തകർന്നു വരുന്നു. എന്താണ് ഇതിൻ്റെ ഉത്തരം? ഇതിൻ്റെ ഉത്തരം രാജകൽപ്പന അനുസരിച്ച് കൈയും കാലും മൂക്കും ചെവിയും ഛേദിച്ച് അവളെ ചുടുകാട്ടിൽ തള്ളി. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ. ഇനി അടുത്തത് നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. മൂന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഒരു കവിതയാണ്. പ്രിയനെ തേടി. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർ കാണാണ്ടായാൽ ഉണ്ടാകുന്ന വേദനയും ആകാംക്ഷയും അത് എത്ര തീവ്രമായിരിക്കുമെന്നത് നമുക്ക് അറിയാം. ഇവിടെ പ്രിയനെ തേടി എന്ന കവിതയിൽ എഴുതിയിരിക്കുന്നത് ചെറുശ്ശേരിയാണ്. കോലോത്ത് രാജാവായ ഉദയവർമ്മൻ്റെ സദസ്യനായിരുന്നു ചെറുശ്ശേരി. ചെറുശ്ശേരി എന്ന വിളിപ്പേരാണ്. ചെറുശ്ശേരി എന്ന കവി ഒരു ഭക്തനാണ്. എങ്കിലും ശൃംഗാരത്തിനും ഹാസ്യത്തിനും ഭക്തിയേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുകയാണ്. ഈ കവിതയിൽ ഗോപസ്ത്രീകൾ കണ്ണ കണ്ണ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് വൃന്ദാവനത്തിലുടനീളം നടക്കുകയാണ്. ദുഃഖം കൊണ്ട് അവരെല്ലാവരും കണ്ണനെ വിളിച്ചിരുന്നു. പോകുന്ന വഴി കണ്ടവരോടെല്ലാം കൃഷ്ണനെ കുറിച്ച് അന്വേഷിക്കുകയാണ് ചെയ്തത്. ഇവിടെ കുയിലെ ഗോകുലത്തിൻ്റെ ഉടയോൻ ഈ വഴി എങ്ങാനോ പോകുന്നത് നീ കണ്ടോ എന്ന് കുയിലിനോട് ചോദിക്കുകയാണ്. പിച്ചകമേ, അച്യുതൻ നിന്നെ തഴുകുകയുണ്ടായ നിന്റെ ദേഹം മുഴുവൻ മുട്ടുകളായി രോമാഞ്ചം പൊന്തിക്കാണുന്നല്ലോ എന്ന് പിച്ചകത്തോട് ചോദിക്കുകയാണ്. അതുപോലെ അത്തിമരത്തോട് ചോദിക്കുന്നു. കുരുക്കുത്തി മുല്ലയോട് ചോദിക്കുന്നു, നീ എന്തിനാണ് കുമ്പിട്ട് നിൽക്കുന്നതെന്ന്. മാനുകളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് പതുങ്ങിയോടുന്നതെന്ന്. നിങ്ങളുടെ പാച്ചിൽ കണ്ട് ബാണങ്ങളാണെന്ന് തോന്നിയോ? ഞങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള ക്ഷീണങ്ങളെ കുറിച്ച് പറയുവാനാണ് ഞങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടുന്നതെന്നാണ് അവർ പറയുന്നത്. മയിലുകളെ ഞങ്ങൾ സ്നേഹിച്ച കേശവനെ നിങ്ങൾ കാണുകയുണ്ടായോ എന്നും ആയോട് ചോദിക്കുന്നു. ചക്രവാകങ്ങളെ നിങ്ങൾ കാണുകയുണ്ടായോ ശ്രീകൃഷ്ണനെ. കൈതേ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നുണ പറയരുത്, ഞങ്ങൾ സ്നേഹിച്ച മനോഹരനായ ഞങ്ങളുടെ ധാരനെങ്ങാനും ഈ വഴി വന്നോ എന്ന് കണ്ടോ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ ആളുകളോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമാണ് പ്രിയനെ തേടി എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ ഒന്ന് നോക്കാം. പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യോത്തരങ്ങൾ ഒന്ന് നോക്കാം. ഗോപസ്ത്രീകൾ ആരോടെല്ലാമാണ് ശ്രീകൃഷ്ണനെ കുറിച്ച് തിരക്കിയത്? ബാണങ്ങളുടെ എന്തു സ്വഭാവമാണ് ഗോപസ്ത്രീകൾ കാണിച്ചത്? ഗോപികമാർ അത്തിയോട് പറഞ്ഞ സങ്കടമെന്ത്? ഗോപസ്ത്രീകളുടെ കൃഷ്ണപ്രേമം ഉന്മാദാവസ്ഥയോളം എത്തിയിരുന്നു. ഈ പാഠത്തിൽ നിന്ന് എങ്ങനെ അത് ഊഹിക്കാം? ശ്രീകൃഷ്ണൻ ഗോപികളെ
സമീപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഗോപിമാർ ലോകങ്ങളോട് എന്താണ് പറഞ്ഞത്? അടുത്തത്, ഏണം, കേകി, കോകം എന്നിവയിൽ ഏതിനോടാണ് കൃഷ്ണന് കൂടുതൽ ഇഷ്ടം? എന്തുകൊണ്ട്? ഇനി അടുത്തത്, രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അക്ഷരങ്ങൾ ഒരുപോലെ വരുന്ന 4 വരി എടുത്തെഴുതുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന അപഗ്രന്ഥന ചോദ്യങ്ങൾ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഗോപസ്ത്രീകൾ ആരോടെല്ലാമാണ് ശ്രീകൃഷ്ണനെ കുറിച്ച് തിരക്കിയത്? ആരോടെല്ലാമാണ് ശ്രീകൃഷ്ണനെ കുറിച്ച് തിരക്കിയത്? നമുക്ക് നോക്കാം. വൃക്ഷങ്ങൾ, വള്ളികൾ, കോകങ്ങൾ, കുയിലുകൾ, മാനുകൾ തുടങ്ങിയവയോടെല്ലാം അത്തിയോടും പിച്ചിയോടും മുല്ലയോടും കൈതയോടും കൃഷ്ണനെ കുറിച്ച് തിരക്കിക്കൊണ്ടേയിരുന്നു. മനസ്സിലായല്ലോ? ആരോടെല്ലാമായിരുന്നു? വൃക്ഷങ്ങൾ, വള്ളികൾ, കോകങ്ങൾ, കുയിലുകൾ, മാനുകൾ തുടങ്ങിയവയോടും അത്തിയോടും പിച്ചിയോടും മുല്ലയോടും കൈതയോടും കൃഷ്ണനെ കുറിച്ച് തിരക്കിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. ബാണങ്ങളുടെ എന്ത് സ്വഭാവമാണ് ഗോപസ്ത്രീകൾ കാണിച്ചത്? എന്താണ്? ബാണങ്ങളെ പോലെ ഗോപസ്ത്രീകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താണ്? ബാണങ്ങളെ പോലെ ഗോപസ്ത്രീകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അടുത്തത്, ഗോപിമാർ അത്തിയോട് പറഞ്ഞ സങ്കടമെന്ത്? എന്തായിരുന്നു? കൃഷ്ണൻ ഞങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ട് ഗോപസ്ത്രീകൾക്ക് വലിയ വിരഹാഗ്നി അനുഭവപ്പെട്ടു. ആ രീതിയിൽ അസ്ഥി പോലും കത്തിയെരിഞ്ഞ് ശരീരം മുഴുവൻ അഗ്നിയായി മാറി. ഈ വസ്തുതയാണ് ഗോപികമാർ അത്തിയോട് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, ഗോപസ്ത്രീകളുടെ കൃഷ്ണപ്രേമം ഉന്മാദാവസ്ഥയോളം എത്തിയിരുന്നു. ഈ പാഠത്തിൽ നിന്ന് എങ്ങനെ അത് ഊഹിക്കാം? എങ്ങനെയാണ്? ഗോപസ്ത്രീകളുടെ കൃഷ്ണപ്രേമം ഏതാണ്ട് ഉന്മാദാവസ്ഥയോളം എത്തിയിരുന്നു. ഇതിനു പ്രധാന തെളിവാണ് അവർ കാട്ടിലുള്ള വൃക്ഷലതാദികളോടും ജന്തുക്കളോടും കൃഷ്ണനെ തിരക്കി നടക്കുന്നത്. തെല്ലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത വൃക്ഷങ്ങളോടും ലതകളോടും വരെ അതിരുവിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നും ഇത് വ്യക്തമാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, ശ്രീകൃഷ്ണൻ കോകികളെ സമീപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയായിരുന്നു? കോകികളുടെ പീലികൾ കൈക്കലാക്കുന്നതിനു വേണ്ടിയാണ് കൃഷ്ണൻ അവയെ സമീപിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, ഗോപിമാർ കോകങ്ങളോട് എന്താണ് പറഞ്ഞത്? ആറാമത്തെ ചോദ്യം. അതിനുത്തരം എന്താണെന്ന് വെച്ചാൽ, തങ്ങൾ നീളെ നടന്ന് കൃഷ്ണനെ അന്വേഷിച്ചുവെന്നും ഒരിടത്തും കണ്ടു കിട്ടുകയുണ്ടായില്ല എന്നുമാണ് ഗോപികമാർ കോകങ്ങളോട് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഏഴാമത്തെ ചോദ്യം, ഏണം, കേകി, കോകം എന്നിവയിൽ ഏതിനോടാണ് കൃഷ്ണന് കൂടുതൽ ഇഷ്ടം? എന്തുകൊണ്ടാണ്? ഏണം, കേകി, കോകം എന്നിവയിൽ കൃഷ്ണന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോകിയോടാവാനാണ് ന്യായം. കാരണം അദ്ദേഹം എപ്പോഴും മയിൽപീലി തൻ്റെ മുടിക്കെട്ടിനു അലങ്കാരമായി ചാർത്തുന്നു. ഇനി അടുത്തത്, എട്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അക്ഷരങ്ങൾ ഒരുപോലെ വരുന്ന 4 വരി എടുത്തെഴുതുക. ഏണങ്ങളെ എന്ത് നുണങ്ങു പായുന്നു, ബാണങ്ങളെയല്ലേ ഞങ്ങൾ ചൊല്ലാം, ക്ഷീണങ്ങളെ നിങ്ങൾക്ക് വന്നത് ചൊല്ലുവാൻ കേണങ്ങളെങ്ങനെ പായുന്നിപ്പോൾ? ഇതാണ് അതിൻ്റെ ഉത്തരം. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നത്. ഇനി അടുത്തത്, നാലാമത്തെ പാഠഭാഗം ഒന്ന് നോക്കാം. അതൊരു രചനയാണ്.
വായിച്ചു കുറിപ്പെടുക്കൽ. എന്താണ് വായിച്ചു കുറിപ്പെടുക്കൽ? നമ്മൾ നല്ല പുസ്തകങ്ങൾ വായിക്കണം. കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങൾ എല്ലാം അത്ര മികച്ചായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നല്ലത് അല്ലെന്ന് തോന്നിയാൽ തുടർന്ന് വായിച്ച സമയം നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമുക്ക് നല്ലതായ ഒരു നല്ല പുസ്തകമാണെന്നും അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ എന്നും നിലനിർത്തേണ്ടതാണെന്നും തോന്നുമ്പോൾ അത് കുറിച്ചു വെക്കണം. മനസ്സിലായല്ലോ? പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് മുഴുവനായിട്ട് എഴുതിയെടുക്കണമെന്നല്ല പറയുന്നത്. ആശയങ്ങൾ മാത്രം ചുരുക്കി എഴുതി വെച്ചാൽ മതി. എത്ര കഴിഞ്ഞാലും നമുക്കിത് വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത് ഓർമ്മിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഓക്കെ. ഈ ഒരു അധ്യായം വളരെ ചെറിയ ഒരു അധ്യായമാണ്. പക്ഷെ പല ചോദ്യങ്ങളും തുടർച്ചയായി പരീക്ഷയ്ക്ക് ഈ അധ്യായത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. പുസ്തക വായനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി വായിച്ച് കുറിപ്പെടുക്കുന്നതും കൊണ്ടുള്ള പ്രയോജനം, കുറിപ്പുകൾ എങ്ങനെ തയ്യാറാക്കാം, എങ്ങനെ തുടങ്ങിയവ എല്ലാം നമുക്കൊന്ന് നോക്കാം. പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് മനസ്സിൽ മാത്രമല്ല എഴുതി വെക്കുകയും ചെയ്യണം. ഇനി ഈ ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വായിച്ചു കുറിപ്പെടുക്കൽ എന്ന ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. അവതാരണ ചോദ്യങ്ങൾ, അപഗ്രന്ഥന ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. വായിച്ചു കുറിപ്പെടുക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്ന നേട്ടങ്ങൾ വിവരിക്കുക. അടുത്തത്, നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു പാഠത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പാഠത്തിൻ്റെ കുറിപ്പ് നമ്മളുടെ മനസ്സിലുണ്ടാവണം. പരീക്ഷയ്ക്ക് അത് തീർച്ചയായും അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ എന്താണ് നമുക്ക് അത് എഴുതുവാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഇതിൽ ഭൂമി എന്ന പാഠപുസ്തകം എന്ന കുറിപ്പ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. വായിച്ചു കുറിപ്പെടുക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്ന നേട്ടങ്ങൾ വിവരിക്കുക. എന്തായിരുന്നു? വായിച്ച പുസ്തകങ്ങളിൽ വിവരിച്ചിട്ടുള്ള ആശയങ്ങൾ പിൽക്കാലത്ത് മറന്നു പോയെന്ന് വരാം. അവ ഓർത്തെടുക്കുന്നതിന് കുറിപ്പുകൾ സഹായിക്കുന്നു. കുറിപ്പുകൾ രേഖപ്പെടുത്തിയ പുസ്തകം ഒരു റഫറൻസ് ഗ്രന്ഥമായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. മനസ്സിലായല്ലോ? രണ്ടാമത്തത്, നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു പാഠത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഭൂമി എന്ന പാഠപുസ്തകമാണ്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കിയാലോ? കെ കൃഷ്ണകുമാർ എഴുതിയ ഒരു ലേഖനമാണിത്. ഭൂമിയിൽ ഒളിഞ്ഞു കിടക്കുന്ന വിവിധ വസ്തുക്കളിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാമെന്നുള്ളതിനാൽ ഭൂമിയെ തന്നെ ഒരു പാഠപുസ്തകമായി സങ്കല്പിച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? പണ്ടു ജീവിച്ചിരുന്ന അനേകായിരം ജീവിവർഗങ്ങളുടെയും സന്ധ്യാവർഗങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഇന്നും മണ്ണിനടിയിൽ കിടപ്പുണ്ട്. കൂടാതെ ശിലായുധങ്ങൾ, മൺപാത്ര കഷ്ണങ്ങൾ, പ്രാചീന നാണയങ്ങൾ മുതലായവയും പല സ്ഥലങ്ങളിൽ നിന്നും കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇവയിൽ നിന്നും പലതും ഗ്രഹിക്കാം. ആസ്ട്രലോപിത്തേക്കസ് വളരെ ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു തരം ആൾക്കുരങ്ങ്. പിന്നെ വളരെ കാലത്തിനു ശേഷം ജീവിച്ചിരുന്ന ജാവ മനുഷ്യരും പീക്കിംഗ് മനുഷ്യരും കുരുങ്ങു മനുഷ്യർ. മനസ്സിലായല്ലോ?
നിയാണ്ടർതാൽ മനുഷ്യർ ഏറെക്കുറെ മനുഷ്യരായിരുന്നു. ക്രൊമാഗ്നോൺ മനുഷ്യർ തികച്ചും മനുഷ്യരായി കഴിഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് അപഗ്രഥന ചോദ്യങ്ങൾ. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വായിച്ച് നന്നായിട്ട് ഉത്തരങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക.